എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ കപ്പലിൽ നിന്ന് അങ്ങനെ താഴേക്ക് വീഴുകയാണ്. നമ്പർ 3 ആണെങ്കിൽ രക്ഷിക്കടാന്ന് പറഞ്ഞ് നിലവിളിച്ച് ഇപ്പൊ ബഗ്ഗിയെ നോക്കും. ഉടനെ ബഗ്ഗി അവനോട് പറയും, പ്ലീസ് നമ്പർ 3 നീ എന്തെങ്കിലും ചെയ്യ്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സേഫ് ആയിട്ട് താഴെ ഇറക്ക്. അങ്ങനെ ഓരോരുത്തരും പരസ്പരം നോക്കി മരണത്തിലേക്ക് കോപ്പ് കുത്താനായിട്ട് അങ്ങനെ തയ്യാറാവുകയാണ്. ഇവിടെ ലൂഫിക്ക് മാത്രം ഒരു മരണഭയവും ഇല്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ആൾക്കാരുടെ കപ്പല് അതിങ്ങനെ ഫ്ലൈ ചെയ്ത് വന്നത് എന്ന് കാണിക്കും. ഫ്ലാഷ് ബാക്കില് വലിയ എന്തോ ഒരു നിഴൽമറ അത് നമ്മുടെ ആൾക്കാരുടെ കപ്പലിന് മുകളിലേക്ക് വരും. കപ്പലുള്ള എല്ലാവരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. അത് മറ്റൊന്നുമല്ല, കടലിലിപ്പോ വലിയൊരു സുനാമി ഫോം ചെയ്തിരിക്കുകയാണ്. ജിംബയാണെങ്കിൽ ചുറ്റും നോക്കി ഇപ്പൊ കാര്യമായിട്ട് ചിന്തിക്കും. ആദ്യം കടല് പുറകിലേക്ക് പോയി, പിന്നീടിപ്പോ കടലിലൊരു വലിയ അലയുണ്ടായി, അതൊരു സുനാമിയായി മാറിയിരിക്കുന്നു. ഇതിനെല്ലാം പിന്നില് അവൻ തന്നെയാണ്. അങ്ങനെ ജിംബയാണെങ്കിൽ ഇപ്പൊ കൂലങ്കക്ഷമായി ചിന്തിച്ച് ആകാശത്തേക്ക് നോക്കി നിൽക്കാണ്. അടുത്ത നിമിഷം ലൂഫി അവനിപ്പം ജിംബയുടെ അടുത്തേക്ക് വരും. യു ആർ അൺബിലീവബിൾ. ഈ സമയത്താണോ നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്നത്? വലിയൊരു സുനാമി അത് നമ്മളെ നോക്കി വരുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് എയ്സിന്റെ അടുത്തേക്ക് പോകണം. അതിന് ജിംബൈ പറയും, നമുക്കിപ്പോ എയ്സിന്റെ അടുത്തേക്ക് പോകാനുള്ള ഏറ്റവും നല്ല വഴി അതാ സുനാമിയാണ്. ബഗ്ഗിയാണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് ഷോക്ക് ആവും. നീ എന്തായി പറയണേ? സുനാമിയിൽ ട്രാവൽ ചെയ്യാനോ? നിനക്ക് വെള്ളമൊന്നും ഒരു പ്രശ്നമല്ലായിരിക്കും, കാരണം നീ ഒരു ഫിഷർമാൻ ആണ്. ഈസി ആയിട്ട് സ്വിം ചെയ്യാനും നിന്നെ കൊണ്ട് പറ്റും. പക്ഷെ ഞങ്ങളിൽ പലരും ഡബിൾ ഫ്രൂട്ട് കഴിച്ചവരാണ്. ക്രൊക്കഡൈലാണെങ്കിൽ തീർത്തു പറയും, നമ്മുടെ മുൻപിൽ ഇപ്പൊ വേറെ വഴിയില്ല, നമ്മളെല്ലാവരും പൈററ്റ്സ് അല്ലേ, ഇങ്ങനെ പേടിച്ചാ ശരിയാവില്ല. കപ്പൽ ടേൺ ചെയ്താലോ പുറകിലേക്ക് പോയാലോ ഇതിലും വലിയ അപകടം ഉണ്ടാവും. സോ നമുക്കിപ്പോ മുൻപിലേക്ക് പോയേ പറ്റൂ. ജിംബൈ ആണെങ്കിൽ കപ്പലിലുള്ള എല്ലാവരോടും എല്ലാ ഭാഗത്തും മുറുകെ പിടിച്ചിരിക്കാൻ പറയും. അത് കേൾക്കേണ്ട താമസം എല്ലാവരും കപ്പലിന്റെ ഓരോ ഭാഗത്തായി മുറുകെ പിടിച്ചിരിക്കും. ആ അല അങ്ങനെ വന്ന് കപ്പലിനെ പതിയെ പതിയെ മുകളിലേക്ക് ഉയർത്തുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കും. കപ്പൽ ആ അലയുടെ ഏറ്റവും മുകളിൽ എത്തുമ്പോഴേക്കും ആ അല മുഴുവനായിട്ടും അങ്ങനെ ഫ്രീസായി പോവാണ്. അത് മറ്റാരും ഒപ്പിച്ച പണിയല്ല, ആ അവക്കിച്ച് ഒപ്പിച്ചു വെച്ചതാണ്. നമ്മുടെ ആൾക്കാർ വണ്ടടിച്ച് ഇപ്പൊ പരസ്പരം നോക്കും, എന്തുപറ്റി കപ്പൽ അനങ്ങുന്നില്ലല്ലോ. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ കപ്പലിന് പുറത്തേക്ക് ഇറങ്ങി വരും. ജിംബൈക്കാണെങ്കിൽ കാര്യം പിടികിട്ടും, അവിടെ വാറ് അത് സ്റ്റാർട്ടായെന്ന്. ആളിപ്പോ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഈ അലയിൽ നിന്ന് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എയ്സിന്റെ അടുത്തേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുള്ളിൽ അവർ എയ്സിനെ തല്ലിക്കൊല്ലും. ഇനി അതല്ല, കപ്പൽ മുൻപോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാ കപ്പൽ ഇപ്പൊ മുഴുവനായിട്ടും ആ ഒരു ഐസിൽ അങ്ങനെ ഫ്രീസ് ആയിട്ട് സ്റ്റക്കായി കിടക്കുകയാണ്. ലൂഫി പറയും, ഈ ഒരു കപ്പല് അത് കുറച്ചുകൂടെ മുകളിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ ഉറപ്പായാലും നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ പൈററ്റ്സിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇത്രയും സ്ട്രോങ് ആയിട്ട് ഫ്രീസായി നിൽക്കുന്ന ഈ ഒരു ബേസിൽ നിന്ന് കപ്പലിനെ മാറ്റാൻ കഴിയോ? പക്ഷെ ബഗ്ഗി പറയും, നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ എന്തും സാധിക്കും. അപ്പോഴാണെങ്കിൽ ആ സ്നെയിലില് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അതങ്ങനെ പാസ്സായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അറ്റാക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അതിലൂടെ ഇപ്പൊ പുറത്തേക്ക് വരാം. അതിലിപ്പോ എയ്സിന്റെ എക്സിക്യൂഷൻ അത് അല്പം കൂടെ നേരത്തെ ആക്കാനായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ വരും. അത് കേട്ട് ലൂഫിക്ക് കലിയിളകും. ഓൾറെഡി എക്സിക്യൂഷന് മുൻപായിട്ട് എങ്ങനെയെങ്കിലും അവിടേക്ക് എത്താൻ ശ്രമിക്കുന്ന ലൂഫിക്ക് അതൊരു വലിയ ഷോക്കാണ്. പിന്നൊന്നും ലൂഫി ചിന്തിക്കില്ല. അവൻ ഇവാനെയും ക്രൊക്കഡൈലിനെയും ജിംബയെയും എല്ലാവരെയും കൂട്ടി ആ വലിയ ഐസ് കട്ടയില് ആഞ്ഞു ചവിട്ടും. അടുത്ത നിമിഷം അതങ്ങനെ തകർന്ന് നമ്മുടെ ആൾക്കാർ കപ്പലും തെറിച്ചു പോവാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് കപ്പലും ലൂഫിയും അവന്റെ പൈററ്റ്സ് ഒക്കെ വരുന്ന കണ്ട് എയ്സ് അങ്ങനെ ഫ്രീസായി പോവും. കാരണം ലൂഫി എങ്കിലും സേഫ് ആയിട്ടിരിക്കണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചു. അടുത്ത നിമിഷം ആ കപ്പൽ മുഴുവനായിട്ടും കടലിലേക്ക് വന്ന് കോപ്പ് കുത്തി വീഴും. ക്ലിക്ക് ക്ലിക്ക് എല്ലാ പൈററ്റ്സും ഓരോ ഭാഗത്തേക്ക് അറഞ്ചും പുറഞ്ഞും തെറിച്ചു വീഴും. ആക്ച്വലി ഡയമണ്ട് ജോസു അവനാണെങ്കിൽ ഐസ് കട്ട് ചെയ്ത് മാറ്റിയ സ്ഥലത്തേക്കായിരിക്കും നമ്മുടെ ആൾക്കാർ വന്ന് വീഴുക. സോ കാര്യമായിട്ട് പരിക്കൊന്നും പറ്റാതെ അവരിപ്പോ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു. പക്ഷെ ലൂഫിയും ബഗ്ഗിയും നമ്പർ 3യും അവര് 3 പേരും കടലിന്റെ ആഴങ്ങളിലേക്ക് പോവും. ജിംബൈ ആണെങ്കിൽ അവരെ കോരിയെടുത്ത് കരയിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ സമയം കഴിഞ്ഞ് ലൂഫിക്ക് അവന് ബോധം വീണ് അവൻ ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കും. ലൂഫി ചാടി എഴുന്നേറ്റ് അവിടെ മുഴുവൻ ഓടി നടക്കാനായിട്ട് ആരംഭിക്കും. അവന്റെ ഒരേ ഒരു ലക്ഷ്യം അത് എയ്സിനെ കണ്ടുപിടിക്കുക എന്നതാണ്. ലൂഫി കയ്യിൽ കിട്ടിയതിനെ എല്ലാം അട്ടിച്ച് തെറിപ്പിച്ച് ആ കപ്പലിന്റെ മുകളിലേക്ക് കയറി വരും. അപ്പൊ അവൻ കാണും, ദൂരത്തായിട്ട് എയ്സിനെ മുട്ടുകുത്തി നിർത്തിയിരിക്കുകയാണ്.
ലൂഫി ആണെങ്കിൽ ഇപ്പൊ ശ്വാസം വലിച്ചുവിടും. ഹാവ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്തേക്ക് വരികയാണെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ഇപ്പൊ എയ്സിനെ നോക്കി നിലവിളിക്കും. അത് കേട്ട് എയ്സും ഇപ്പൊ ലൂഫിയുടെ പേര് വിളിക്കും. കാരാണെങ്കിൽ ഇപ്പൊ ലൂഫിയും ടീമിനെയും കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ലൂഫി, ക്രൊക്കഡൈല്, ഇവാൻ, ജിംബൈ എന്നിങ്ങനെ ഒരുപാട് പവർഫുൾ ആയ ആൾക്കാരാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ കൂടെ തന്നെ ഒരു കപ്പൽ നിറയെ പൈററ്റ്സും. ബഗ്ഗിയാണെങ്കിൽ അവിടെയുള്ള നേവിക്കാരെ ഒന്നും മൈൻഡ് പോലും ചെയ്യില്ല. കമോൺ കമോൺ, നമ്മുടെ പവർ ഇതെന്താണെന്ന് ഇന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ വമ്പ സ്റ്റൈലില് അങ്ങനെ ചാടി പുറത്തേക്ക് വരും. ഗഗ്ഗോമുറയാണെങ്കിൽ ലൂഫിയെ കണ്ട് ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ലൂഫിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ സമ്മാനങ്ങളൊന്നും ഗഗ്ഗോമുറയ്ക്ക് അത്ര വേഗം മറക്കാനാവില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ പ്രിൻസസ്, വാവ് എന്റെ ലൂഫിക്കുട്ടൻ, അവൻ സൂപ്പറാണെന്ന് പറഞ്ഞ് അവളങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് ഹെൽമപ്പോയും കണ്ണാടി പയ്യനും അവര് ഭയങ്കര ആകാംക്ഷയോട് കൂടെ ലൂഫിയെ നോക്കുകയാണ്. അവര് കരുതിയത് എംബിൾ ടൗണിൽ നമ്മുടെ ചെക്കൻ അവൻ പെട്ടുപോയെന്നാണ്. അവിടെ നിന്നും ഒരുപാട് പൈററ്റ്സിനെ മോചിപ്പിച്ചാണ് ഇപ്പൊ നമ്മുടെ ചെക്കൻ ഇവിടേക്ക് എത്തിയത്. മാർക്കോയ്ക്കാണെങ്കിൽ ലൂഫി എന്നുള്ള പേര് അത് കേട്ടു മാത്രമേ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടായിരിക്കും എയ്സിന്റെ ബ്രദർ ലൂഫിയെ അവനിപ്പോ കാണാം. ടഷിക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. യു ആർ അൺബിലീവബിൾ ലൂഫി, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ. സ്മോക്കർ ആണെങ്കിൽ ലൂഫിയെ കണ്ണുമ വെട്ടാ നോക്കി നിൽക്കാണ്. കാരണം സ്മോക്കർ ക്യാച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ ലൂഫി. മറ്റൊരു ഭാഗത്ത് അക്കൈനോ, അവനും ആദ്യമായിട്ടാണ് ലൂഫിയെ കാണുക. ഓ, ഇവനാണോ കാർപ്പിന്റെ ഗ്രാൻഡ് ചൈൽഡ് ലൂഫി, ഡ്രാഗന്റെ തലതെറിച്ച മകൻ. ഇവന്റെ കാര്യം അത് ഞാൻ നോക്കുന്നു പറഞ്ഞ് ആളിപ്പോ മുൻപോട്ട് നടന്നെടുക്കും. ഇവിടെ സെൻഗോക്കു ടെൻഷനായിട്ട് ജിംബയോട് ചോദിക്കും, നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? നീ ആക്ച്വലി ഒരു വാർലോഡാണ്. നിന്റെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ മറന്ന് നീയും ഇവരുടെ കൂടിയല്ലേ? ജിംബയാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ആ വാർലോഡ് പൊസിഷനിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് എന്ത് തോന്നുന്നോ അത് മാത്രമാണ് ഞാനിപ്പോ ചെയ്യുന്നത്. കട്ട് ചെയ്താ ഇവിടെ ക്രൊക്കഡൈല് ആളങ്ങനെ ക്യാഷ്വലായിട്ട് റൗണ്ട് ചെയ്ത് നോക്കും. ഒരു ഭാഗത്ത് നേവി സോൾജിയേഴ്സ്, അവരാണെങ്കിൽ പൈററ്റ്സിനെ തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പ ട്വിസ്റ്റ്. ഇവിടെ നോക്കി നിന്ന ക്രൊക്കഡൈല് ആളിപ്പോ വൈറ്റ് ബീഡിനെ അറ്റാക്ക് ചെയ്യാൻ വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് വരും. വൈറ്റ് ബിയർഡ് ക്യാഷ്വലായിട്ട് അവനെ നോക്കും. അതിന് ക്രൊക്കഡൈല്, ഹായ് വൈറ്റ് ബിയർഡ്, നമ്മൾ കണ്ടിട്ട് ഒരുപാടായല്ലേ. വൈറ്റ് ബിയർഡിന് അപ്പോഴാണെങ്കിലും യാതൊരു കൂസലും ഉണ്ടാവില്ല. ക്രൊക്കഡൈല് കൈ ചുരുട്ടി ഇപ്പൊ വൈറ്റ് ബിയർഡിനെ ആഞ്ഞടിക്കാൻ ഒരുങ്ങും. പക്ഷെ അടുത്ത സെക്കൻഡ് വീഴാണ് ക്രൊക്കഡൈലിന്റെ മേലെ ഒരു അടി. ആ ഒരു അടിയില് ക്രൊക്കഡൈൽ തെറിച്ചു പോവും. അടിച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ലൂഫി. ബോഡി മുഴുവൻ ഇപ്പൊ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ക്രൊക്കഡൈലിനെ അടിച്ച് തെറിപ്പിക്കാൻ പറ്റൂന്ന് അവര് നന്നായിട്ട് അറിയാം. ക്രൊക്കഡൈലാണെങ്കിൽ ഇപ്പൊ ടെൻഷനാവും. ലൂഫി, മാറി നിൽക്ക്, നീ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നു, നിന്നെ ഹെൽപ്പ് ചെയ്തു, ഇതെന്റെ പ്രശ്നമാണ്, അതിൽ നീ ഇടപെടാൻ പാടില്ല. പക്ഷെ ലൂഫി പറയും, എയ്സ് ഒരുപാട് റെസ്പെക്ട് ചെയ്യുകയും അവന്റെ അച്ഛനായി കാണുകയും ചെയ്യുന്നത് വൈറ്റ് ബിയർഡിനെയാണ്. സോ അദ്ദേഹത്തിന് ഒരു പോറൽ പോലെ ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ക്രൊക്കഡൈൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ഇപ്പൊ രണ്ട് പൈററ്റ്സ്, അവരാണെങ്കിൽ രണ്ട് സ്ക്വാഡ് എടുത്ത് അവന്റെ കഴുത്തിൽ വെക്കും. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ നോക്കും. അവന്റെ തലയിലെ തൊപ്പി കാണുമ്പോൾ തന്നെ ഷാങ്സ് കൊടുത്ത ഗിഫ്റ്റാണ് ആ തൊപ്പിയെന്ന് മനസ്സിലാവും. മാത്രമല്ല എയ്സ് അവന്റെ ബ്രദർ ലൂഫിയുടെ ഫോട്ടോ വൈറ്റ് ബിയർഡിന് ഓർമ്മ വരും. ലൂഫി, നീ ഇവിടെ എന്താ ചെയ്യണേ? നീ നിന്റെ ചേട്ടനെ പോലെ മണ്ടത്തരം കാണിക്കുകയാണോ? വൈറ്റ് ബിയർഡ് ആളുടെ കയ്യിലുള്ള സ്റ്റിക്ക് എടുത്ത് നിലത്താഞ്ഞടിക്കും. ആ ഒരു അടിയില് എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോകും. ഉടനെ ലൂഫി, മീശ കടിച്ചു പിടിച്ചിരിക്കുന്ന മാമ, നിനക്കെന്താ എന്നെ കണ്ട് പുച്ഛം തോന്നിയോ? എന്റെ ബ്രദറിനെ രക്ഷിക്കാനുള്ള സ്ട്രെങ്ത് അതെനിക്കുണ്ട്. എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്കും അവനെ സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ ആരാണെന്നറിയോ? ഞാനാണ് ഫ്യൂച്ചറിലെ കിങ് ഓഫ് ദ പൈററ്റ്. അത് കേട്ട് വൈറ്റ് ബിയർഡ് ആള് വീണ്ടും ആ സ്റ്റിക്ക് കറക്കി നിലത്തൊരൊറ്റ അടി അടിക്കും. അതിനുശേഷം അവനെ നോക്കി ചിരിച്ച്, നീ ഒരു കുഞ്ഞി പയ്യനാണെങ്കിലും എനിക്ക് മുൻപിൽ നീ ഒരു പ്രതിബന്ധമായി വന്നാൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെയും ഇല്ലാതാക്കും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അപ്പോഴും ഒരല്പം പോലും കോൺഫിഡൻസ് ചോർന്നു പോവില്ല. അവനിപ്പോ വൈറ്റ് ബിയർഡിനെ ചലഞ്ച് ചെയ്യും. അതേസമയം എയ്സ് അവന് കാര്യം വഷളാവുന്നു എന്ന് മനസ്സിലാക്കി അവൻ ഒച്ചത്തില് ഡാഡി, ലൂഫി എന്ന് രണ്ടുപേരെയും വിളിക്കും. ആ വിളി കേട്ട് ലൂഫി അവൻ എയ്സിനെ തുറിച്ചു നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.